സർക്കാരിൻ്റെ അനാസ്ഥ കാരണം മുതലപ്പുഴി പൂർണ്ണമായും മണൽ മൂടി. 5 മീറ്ററിൽ കൂടുതൽ ആഴമുണ്ടായിരുന്ന അഴിമുഖം മണൽ മൂടി നീർച്ചാല് മാത്രമായി മാറി. മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി മുതലക്കണ്ണീർ ഒഴുക്കുന്ന സർക്കാർ കണ്ടില്ലെന്ന് നടിക്കുന്നത് ദുരന്തം കാത്തിരിക്കുന്ന മുതലപ്പുഴയെയാണ്. 3 മാസം മുമ്പ് കടലായിരുന്ന അഴിമുഖമാണ് ഇപ്പോൾ മണൽ കൂനയായി മാറിയിട്ടുള്ളത്. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു, എല്ലാ കാലത്തും മുതലപ്പുഴയിൽ ഈ വള്ളങ്ങൾ മറിഞ്ഞുള്ള അപകടം അവിടുത്തെ സ്ഥിരം കാഴ്ചയാണ്, സ്ഥിരം സംഭവങ്ങളാണ്. നിരവധി ജീവനുകൾ നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അവിടെയാണ് വീണ്ടും മണൽക്കൂനകൾ രൂപപ്പെട്ടിട്ടുള്ളത്. ഇത് ഈ മണൽക്കൂനകൾ അവിടുന്ന് അല്ലെങ്കിൽ മണൽ വാരി മാറ്റണമെന്നുള്ള ആവശ്യം നിരന്തരമായ ആവശ്യമാണ്. എല്ലാ കാലത്തും തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമാണ് ഇത് ചർച്ചയാവുന്നത്. പിന്നീട് അതേപ്പറ്റി വലിയ ചർച്ചകൾ നടക്കാറുമില്ല. പക്ഷേ അവരുടെ ഈ ആവശ്യത്തിന് നിരവധി വർഷങ്ങളുടെ പഴക്കമുണ്ട്. എന്താണ് ഇപ്പോൾ മുതലപ്പുഴയുടെ ഇപ്പോഴത്തെ അവസ്ഥ, ടിൻഡു ദാസ്? വിനോദ്, അശാസ്ത്രീയതയുടെ നാഴികക്കല്ലാണ് ഒരു പക്ഷേ മുതലപ്പുഴ എന്ന് നമുക്ക് പറയേണ്ടി വരും. 3 മാസം മുമ്പ് കടലായിരുന്ന ഇടം പൂർണ്ണമായിട്ടും മണൽക്കൂലയായി മാറിയിട്ടുണ്ട്. ഈ മണൽക്കൂല നീക്കം ചെയ്തല്ലാതെ മത്സ്യത്തൊഴിലാളികൾക്ക് വള്ളവുമായിട്ട് കടലിലേക്ക് മീൻ പിടിക്കാൻ പോകാൻ സാധിക്കില്ല. കാലങ്ങളായിട്ട് മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത് ഇത് തന്നെയാണ്. കാരണം സമയബന്ധിതമായിട്ട് വടക്കൻ തീരത്ത് നിന്നും ഒഴുകി വരുന്ന മണ്ണ് തെക്കൻ തീരത്ത് അടിയും. ഈ മണ്ണ് സമയബന്ധിതമായിട്ട് കോരി മാറ്റുക, അല്ലെങ്കിൽ ഇത് ഡ്രഡ്ജ് ചെയ്ത് മാറ്റുക. ഡ്രഡ്ജ് ചെയ്ത് മാറ്റിയില്ല എങ്കിൽ ഈ മുതലപ്പുഴയുടെ ആഴം മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കില്ല. ആഴം മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും കായലിൽ നിന്നും കടലിലേക്ക് പോകുന്ന വള്ളങ്ങൾ മണൽത്തിട്ടയിൽ ഇടിച്ച് ഈ പുലിമുട്ടുകളിലേക്ക് ഇടിച്ച് കയറി മത്സ്യത്തൊഴിലാളികളുടെ മരണം സംഭവിക്കുകയാണ്. പതിവ് തന്നെയാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് മുതലപ്പുഴയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 77ഓളം പേര് മുതലപ്പുഴയിൽ ഇത്തരത്തിൽ മരണപ്പെട്ടിട്ടുണ്ട്. വിഴിഞ്ഞം പോർട്ടിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പുലിമുട്ടിൻ്റെ തെക്കൻ ഭാഗം ഇളക്കി അതുവഴിയാണ് ബാർജ് വഴി വിഴിഞ്ഞത്തേക്കുള്ള കല്ലുകൾ കൊണ്ടുപോയത്. അതിനുശേഷം ഈ പുലിമുട്ട് അടയ്ക്കാനുള്ള നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ അദാനി പോർട്സിൻ്റെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല എന്നും മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തുനിന്നും ആരോപണമുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അഴിമുഖം വഴിയുള്ള ഇത്തരത്തിലുള്ള വിനിമയങ്ങൾ നടക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ മത്സ്യബന്ധനത്തിന് പോകുന്നത്, വിഴിഞ്ഞം തുറമുഖത്തേക്കുള്ള സാധനങ്ങൾ കൊണ്ടുപോകുന്നത്, ഇതൊക്കെ ഈ അഴിമുഖം വഴിയാണ് കൊണ്ടുപോകുന്നത്. പക്ഷേ അവിടെ ഈ പുലിമുട്ട് നിർമ്മിക്കുക എന്ന് പറയുന്നത് സർക്കാരിൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ്. സർക്കാരാണത് നടപ്പിലാക്കേണ്ടത്. പക്ഷേ ഈ സർക്കാർ ഇത് കഴിഞ്ഞ കാലങ്ങളിലായിട്ട് ഇത് സമയബന്ധിതമായി ചെയ്യുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും അവസാനമായിട്ട് 3 മത്സ്യത്തൊഴിലാളികൾ മരണപ്പെടുന്ന സമയത്ത് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു മന്ത്രിസഭാ യോഗം, ഒരു മന്ത്രിസഭാ ഉപസമിതി ഉണ്ടാവുകയുണ്ടായി. അതായത് മന്ത്രി സജി ചെറിയാൻ, അതോടൊപ്പം തന്നെ GR അനിൽ, വി ശിവൻകുട്ടി, കൂടാതെ ആന്റണി രാജു തുടങ്ങിയ 4 മന്ത്രിമാർ ചേർന്നുകൊണ്ടൊരു മന്ത്രിസഭാ ഉപസമിതി ഉണ്ടായി. ആ ഉപസമിതിയിൽ വന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ഈ മുതലപ്പുഴയിൽ മണൽ അടിയാതെ സമയബന്ധിതമായ സാൻഡ് ബൈപ്പാസിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുക. സാൻഡ് ബൈപ്പാസിംഗ് എന്ന് പറയുമ്പോൾ സ്ഥിരമായിട്ട് മണൽ നീക്കം ചെയ്യാനുള്ള സംവിധാനമാണ്. ആ സംവിധാനമൊക്കെ അവിടെ ഉണ്ടാക്കാമെന്ന് പല ഘട്ടങ്ങളിലും പറഞ്ഞിരുന്നുവെങ്കിലും അതൊന്നും നടപ്പിലാക്കാൻ കഴിയാത്ത സാധനമാണ്. കഴിഞ്ഞ ദിവസം 50 മത്സ്യത്തൊഴിലാളികളുമായി പോയ വള്ളം തിരിച്ചു കയറാൻ സാധിക്കും. അതായത് അങ്ങോട്ട് പോകുന്ന സമയത്ത് ഈ നീർച്ചാലിൽ ആഴമുണ്ടായിരുന്നു, വള്ളം പോകാൻ അല്ലെങ്കിൽ ബോട്ട് പോകാനായിട്ട് ആഴമുണ്ടായിരുന്നു. തിരിച്ച് മത്സ്യബന്ധനം കഴിഞ്ഞ് വന്നപ്പോൾ ആ ഉണ്ടായിരുന്ന ഇടം കൂടി മണൽക്കൂന കൊണ്ട് മൂടിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അവർക്ക് തിരിച്ച് കടലിൽ നിന്ന് കരയിലേക്ക് കയറാൻ സാധിക്കാതെ ഈ വള്ളം പുലിമുട്ടിലേക്ക് ഇടിച്ചു കയറി 50 പേരോളമാണ് ഇന്നലെ അപകടത്തിൽപ്പെട്ടത്. അപ്പോൾ ഒരു മൺസൂൺ കാലത്തിന് മുന്നേ തന്നെ ഈ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയില്ല എങ്കിൽ ഒരുപക്ഷെ മത്സ്യത്തൊഴിലാളി സമൂഹത്തെ കാത്തിരിക്കുന്നത് വലിയ ദുരന്തമാണ്. ആ ദുരന്തം സർക്കാർ കണ്ടില്ല എന്ന് നടിക്കുകയാണ്. ഈ പല ഘട്ടങ്ങളിലും ഏതാണ്ട് 175 കോടിയോളം രൂപയാണ് മുതലപ്പുഴയിലെ വികസന പ്രവർത്തനങ്ങൾക്ക്, മുതലപ്പുഴയിലെ ഈ സാൻഡ് ബൈപ്പാസിങ്, മണൽ നീക്കം, പാറ നീക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സർക്കാർ അല്ലെങ്കിൽ വകയിരുത്തിയത്. പക്ഷെ അത് ഈ ചെലവഴിച്ച തുക എവിടെ പോയെന്നോ, ഈ ചെലവഴിച്ചതിനുള്ള ഫലം ഈ മുതലപ്പുഴയിൽ കണ്ടില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ മണൽ അടിഞ്ഞുകൂടുന്നതിനൊപ്പം തന്നെ ഈ പുലിമുട്ടിൻ്റെ പാറകളും ഈ മുതലപ്പുഴയിലേക്ക് അടിഞ്ഞുകൂടിയിട്ടുണ്ട്. ഈ പാറയുടെ മേളിലാണ് ഈ മണൽക്കൂര രൂപപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും 8 മീറ്റർ അല്ലെങ്കിൽ 5 മീറ്റർ ആഴം നിർത്തേണ്ട ഒരു അഴിമുഖം പൂർണ്ണമായിട്ടും മണൽ മൂടിക്കൊണ്ടുള്ള അല്ലെങ്കിൽ പൂർണ്ണമായിട്ടൊരു മണൽക്കൂരയെ മാറിക്കഴിഞ്ഞു. അവിടെ ഇപ്പോൾ വീശുവല തൊഴിലാളികളോ അതോടൊപ്പം തന്നെ കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നവർ, അതായത് നടുക്കടലിൽ ഫുട്ബോൾ കളിക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. വിനോദ്.